നിത്യോപയോഗ സാധനങ്ങൾക്കും പച്ചക്കറികൾക്കും ദിനംപ്രതി വില വർദ്ധിക്കുകയാണ്. അപ്പോൾ പ്രതിസന്ധിയിലാകുന്ന ഒരു വിഭാഗമാണ് ഹോട്ടൽ ജീവനക്കാരും ഹോട്ടൽ ഉടമകളുമൊക്കെ. കാരണം ഓരോ ദിവസവും അവർ നേരിടുന്ന പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ചെറുതല്ല. അപ്പോൾ നമുക്കൊപ്പം തിരുവനന്തപുരത്തെ ഹോട്ടൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് ഈ പ്രതിസന്ധി അവർ മറികടക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു ദിനംപ്രതിയുള്ള വില വർധനവിനെ അവർ നേരിടുന്നതെന്നൊക്കെ നമുക്ക് ചോദിക്കാം. ഇപ്പോൾ ദിനംപ്രതി സാധനങ്ങളൊക്കെ വില കൂടിയാണ്. അപ്പം എങ്ങനെയാണ് ഇതിനൊക്കെ ഒരു നേരിടുന്നത്? വളരെ പരിതാപകരമാണ് ഓരോ ദിവസങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. കാരണം ഇതിൻ്റെ വില വർധന മാത്രമല്ല, ഗ്യാസിൻ്റെ ഉള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നീട് ഈ അത്യാവശ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റാഫുകളുടെ പോരായ്മകളുണ്ട്. ഇപ്പം എല്ലാവരും അന്യ സംസ്ഥാന തൊഴിലാളികളാണ് കൂടുതൽ കടകളിൽ നിൽക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഡെയിലി വേജസ് അതിനനുസരിച്ച് കൂടുതൽ കൊടുക്കേണ്ടി വരുന്നു. പിന്നെ സാധനങ്ങളുടെ എന്ന് പറഞ്ഞാൽ പച്ചക്കറിയൊക്കെ തീ പിടിച്ച വിലയാണ്. ഗ്യാസിൻ്റെ ഓയിൽ ഐറ്റംസ്, അതേ സാധനങ്ങൾക്ക് നമുക്ക് ഒരു പരിധിക്കപ്പുറത്തോട്ട് വില വർദ്ധിപ്പിക്കാനും പറ്റുന്നില്ല. കാരണം ചില കാലാകാലങ്ങളിലായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷേ ഇത് എല്ലാ വർഷത്തേക്കാളും വളരെ കൂടുതൽ ഇതാണ്. ഇപ്പം എങ്ങനെയാണ് സാധനങ്ങൾക്ക് ഒരു വില എങ്ങനെയാണ് നിങ്ങൾ കിട്ടുമ്പോൾ? ഇപ്പം നമ്മളെന്ന് പറഞ്ഞാൽ അമിതമായിട്ട് പൊതുജനങ്ങളുടെ ഇത് മേടിക്കാൻ നമുക്ക് പറ്റത്തില്ല. കാരണം ഏകദേശം ഒരു ചാർട്ട് അനുസരിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം ഏകദേശം നല്ല നഷ്ടമെന്ന് പറയാം. കാരണം നമുക്ക് ഒരു രൂപ പോലും കൊണ്ടുപോകാൻ പറ്റുന്ന അവസ്ഥയല്ല. കടവാടകയാണെങ്കിൽ പിന്നെ അതിന് ബാക്കിയുള്ള GST ബാക്കിയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഹോട്ടൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ. ഇന്ന് പച്ചക്കറിക്കൊക്കെ വിലയൊക്കെ എങ്ങനെയാണ്? നിങ്ങൾ വിളിച്ചിട്ട് ഞാൻ നോക്കുമ്പോൾ നേരത്തെ ഇവിടുന്ന് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണത്? ഇപ്പം ഒരു 3-4 ദിവസമായിട്ട് അല്പം സ്റ്റഡിയായിട്ട് നിൽക്കുകയാണ്. ഇതിലും കൂടുതലായിരുന്നു. ഇപ്പോഴും ഒരു 3-4 ദിവസമായിട്ട് ഏകദേശം ഒരേ മാർജിനിൽ, മറ്റേന്ന് ഒരുപാട് കൂടുമായിരുന്നു. ഇപ്പം അതായത് ഇപ്പോൾ സവാളയൊക്കെ എന്ന് പറഞ്ഞാൽ വില വളരെ കഴിഞ്ഞ ആഴ്ച നല്ല വില കൂടുതലായിരുന്നു. ഇപ്പം ഒരു മീഡിയം ഇതിൽ തന്നെ 3-4 ദിവസമായിട്ട് നിൽക്കുന്നത്. അതായത് പച്ച സാധനം കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്കെന്ന് പറഞ്ഞാൽ വേസ്റ്റേജ് ഒരുപാട് പോകുന്നുണ്ട്. സവാള തന്നെ ആണെങ്കിൽ, കാരണം വെള്ളത്തിൻ്റെ ഇത് വരുമ്പോഴത്തേക്ക് കണ്ടൻറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ഗ്യാസിൻ്റെ ഉപയോഗം കൂടുതൽ വരും. പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതേ ഉള്ളൂ. കണക്ക് തന്നെ ഓയിലും ഒക്കെ വളരെ കൂടുതലാണ്. എല്ലാ വർഷത്തേക്കാളും കൂടുതൽ വിലയാണ്. ഇപ്പം വില വർധന എന്നൊരാവശ്യം കൂടി നമ്മൾ ഹോട്ടൽ മേഖലയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ചർച്ച ചെയ്യുമ്പോൾ വരുമല്ലേ? ആണ്, തീർച്ചയായിട്ടും. പിന്നെ പറഞ്ഞാൽ പിന്നെ ഇലക്ട്രിസിറ്റി, വാട്ടർ പറഞ്ഞ മൊത്തത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഹോട്ടൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ തന്നെ വലിയ പാടാണ്. അരിയാണെങ്കിലും ബാക്കി അരി, മൈദ, ആട്ട എല്ലാത്തിനും വില കൂടുതലാണ്. കാരണം ഇപ്പം KHR പുതിയത് വെച്ചേക്കുന്നത് പറഞ്ഞാൽ മെനു വില വർധനയുള്ള ഇത് വെച്ചേക്കുന്നത്. പക്ഷേ നമ്മളെന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജ് ഏരിയയാണ്, സാധാരണക്കാർക്ക് വേണ്ടിയുള്ളൊരു ഇതാണ് നമ്മൾ നിലവാരമാണ് നോക്കുന്നത്. പിന്നെ വർഷം ഇതാണെങ്കിൽ കൂടി വരാറുണ്ട്. എങ്കിലും ഒരു 2 ആഴ്ച 3 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇത് പഴയ ലെവലിലേക്ക് കുറച്ച് താഴ്ന്നു വരാറുണ്ട്. ഇതിപ്പം അമിതകാലമായിട്ട് ഒരേ റേഞ്ചിൽ തന്നെ നിൽക്കുകയാണ്. ഹോട്ടൽ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് മധുസൂദൻ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. ഇപ്പോൾ വലിയ രീതിയിൽ പ്രതിസന്ധി ഹോട്ടൽ മേഖല നേരിടുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർധനമാണ്. ഈ ഹോട്ടൽ അസോസിയേഷൻ നേതാവ് നിലയ്ക്ക് താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? എങ്ങനെയാണ് ഈ ഹോട്ടൽ ഉടമകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത്? വളരെ കഷ്ടത അനുഭവിക്കുന്ന ഒരു വിഭാഗമായി മാറിയിരിക്കുകയാണ് ഞങ്ങൾ. ഏകദേശം കോവിഡിന് ശേഷം മുമ്പോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ചെറുതും വലുതുമായ ഏകദേശം തിരുവനന്തപുരം ജില്ലയിൽ 5300ഓളം ഹോട്ടലുകളുണ്ട്. എല്ലാവരും ഞങ്ങളുടെ മെമ്പർമാരുമാണ്. ഏകദേശം ഇപ്പം ഞങ്ങളുടെ കണക്കെടുത്ത് നോക്കിയപ്പോൾ ഏകദേശം ഒരു 600 പേര് പൂട്ടിപ്പോയിരിക്കുകയാണ്. കാര്യം അവർക്ക് ഒരു ദിവസം കടന്നു പോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് അവർ പൂട്ടിപ്പോയിരിക്കുകയാണ് ഞങ്ങൾ കണക്കെടുത്തപ്പോൾ. കാര്യം ദൈനംദിനം ഇതിൻ്റെ വിലക്കയറ്റം മെയിനായിട്ട്. ആ വിലക്കയറ്റം എന്ന് പറഞ്ഞാൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നിയന്ത്രിക്കാൻ ഇവിടെ സർക്കാരില്ല. സംസ്ഥാന സർക്കാരായിരുന്നാലും കേന്ദ്ര സർക്കാരായിരുന്നാലും എല്ലാം നമ്മളെപ്പോലുള്ള സാധാരണപ്പെട്ട ഹോട്ടലുകാർ തലയിൽ അടിച്ചമർത്തുന്ന രീതിയിലാണ് ഇപ്പം നടന്നു വരുന്നത്. അതുമല്ല, സവാളയ്ക്ക് ഏകദേശം 100 രൂപയായി, വെളിച്ചെണ്ണയ്ക്ക് 230 രൂപയായി. അങ്ങനെ വെളുത്തുള്ളി അതിന് 440 രൂപയാണ് ഒരു കിലോ വെളുത്തുള്ളിക്ക്. ഒരു ഹോട്ടലിൽ ശരാശരി ഒരു 3 കിലോ വെളുത്തുള്ളിയെങ്കിലും വേണം. അതിന് തന്നെ അപ്പോഴത്തെ 1200-1300 രൂപ ദിവസം മാറുകയാണ്.
അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഇനി തുറക്കണമോ വേണ്ടയോ എന്നുള്ള രീതിയിൽ ആലോചിക്കുകയാണ്. ഒരു ഹോട്ടലുകാരൻ ചായക്ക് 12 രൂപ ആക്കി കഴിഞ്ഞാൽ അതൊരു വലിയ സംഭവമാവും. ഇന്ന് ഈ സാധനങ്ങളുടെ വില നിയന്ത്രിക്കാൻ വേണ്ടി സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ ഇടപെടുന്നില്ല. അതെന്താണ് കാര്യമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അത് ഒരു പിന്നെ കേന്ദ്ര ഗവൺമെൻറ് GST, ഞങ്ങൾ വാടകയ്ക്കെടുക്കുന്ന ഇതാണെങ്കിൽ ഞങ്ങൾക്ക് GST കൊടുക്കണം. അത് ഞങ്ങൾ GST ഓഫീസിൽ പിക്കറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരാഴ്ചയ്ക്ക് മുമ്പായിട്ട് വളരെ കഷ്ടതയിലാണ് ഞങ്ങളിപ്പം മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യണം എന്ന് നമുക്ക് തന്നെ ഒരു പിടുത്തവുമില്ല. ശരാശരി 99% റെൻറ്റിനാണ് ഇവിടെ ആൾക്കാർ ഹോട്ടൽ നടത്തുന്നത്. അപൂർവം ചിലരേ ഉള്ളൂ സ്വന്തമായി സ്ഥാപനം നടത്തുന്നത്. എന്ത് ചെയ്യണമെന്ന് നമുക്കൊരു പിടുത്തവുമില്ല. അതാണ് ഞാൻ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.